ഇന്നുണ്ടല്ലോ ഇതുമൂന്ന് നേരത്തെ സ്കൂൾക്ക് പോകണമെന്നാണ് കേട്ടോ. 9:15 എന്തോ മീറ്റിംഗ് ഉണ്ട്, എന്തോ ഒരു എന്താണ് അസംബ്ലി ഉണ്ട് എന്ന് പറഞ്ഞ് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ പിന്നെ ഞാൻ വേഗം റെഡിയാക്കി പറഞ്ഞേക്കണം. ഒരു 9 മണിക്ക് മുന്നേ ഇറങ്ങുന്നുണ്ട് കേട്ടോ. ഒന്ന് മദ്രസയിൽ നിന്ന് നേരത്തെ ഒരു 8:30 ആയപ്പോൾ തന്നെ ചോദിച്ചു പോന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒക്കെ അതങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല, വീട്ടിൽ വന്നിട്ട് ഒന്ന് സമാധാനത്തോടെ ഇരിക്കാൻ പറ്റിയില്ല മദ്രസ വിട്ട് വന്നിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എക്സാം ആയതുകൊണ്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, പരീക്ഷ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ എല്ലാവരും പരീക്ഷയും കഴിഞ്ഞിട്ടേ വിടുള്ളൂ. അപ്പോൾ ചോദിച്ചു പോന്നു. എന്തായാലും ഒക്കെ റെഡിയായി. ഇതാ 9 മണിക്ക് മുമ്പേ പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ രാവിലെ തന്നെ പൊറോട്ടയൊക്കെ ചൂടാക്കിയാണ്. ഇന്നലത്തെ ബാക്കി ഉണ്ടായിരുന്നു പൊറോട്ട കേട്ടോ, പാക്കല്ലേ. ഒന്നിൽ 10 11 ഇട്ടുണ്ട്. അപ്പോൾ ഇന്ന് ബാക്കിയുള്ളതും കൂടി ചുട്ടെടുത്തോടെ അധികം ഡേറ്റ് ഉണ്ടാവില്ലല്ലോ അതിനൊന്നും. അപ്പോൾ ഞാൻ വേഗം ഇന്ന് തന്നെ അങ്ങോട്ട് തീർക്കാമെന്ന് കരുതി. പിന്നെ ഇന്നലെ നമ്മൾ നാളത്തേക്ക് കൂടി കുറച്ച് കൂടുതൽ ചിക്കൻ കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ കരുതിക്കൂട്ടി ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ട് പൊറോട്ടയും ചിക്കൻ കറിയൊക്കെ കഴിച്ച് ഇതുമ്മ പോയി. പോയതിൻ്റെ ശേഷമാണ് ഞാൻ ശരിക്കും അങ്ങോട്ട് എൻ്റെ ജോലികളൊക്കെ തുടങ്ങിയത് കേട്ടോ. അപ്പോൾ ഞാൻ ആ ബക്കറ്റിൽ കൊണ്ടുവന്ന തുണികൾ എന്താ വെച്ചാൽ ഇന്നലെ രാത്രി നമ്മളെ ചോറൊക്കെ കഴിച്ചിട്ട് രാത്രിയിലത്തെ ഫുഡൊക്കെ കഴിച്ചിട്ട് പാത്രം കഴിക്കുന്ന സമയത്ത് ഞാൻ കുറച്ച് അലക്കിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് ഉണക്കി വിരിച്ചിടാൻ പിന്നെ രാത്രി ആയതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് ആ ഭാഗത്തേക്ക് പോകാൻ പേടി, വല്ല പാമ്പോ പിന്നെ ഇപ്പോൾ നായ്ശല്യമൊക്കെ ഭയങ്കര കൂടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അത് ഉണങ്ങിയത് കുറച്ച് ആ ബക്കറ്റിൽ ഇട്ടിട്ട് അകത്തേക്ക് വെച്ചു, പിന്നെ പുറത്ത് വെക്കണ്ടല്ലോ എന്ന് കരുതി. പിന്നെ അവിടെ പണി തീരുന്നതിന് പിന്നെ ഒരു കൂട്ടം കൂടി അലക്കിയിട്ട് ഉണക്കി വാഷിംഗ് മെഷീൻ്റെ ഉള്ളിലും ഒന്നുണ്ട് കേട്ടോ. കുറച്ച് തുരടാനുള്ളത് അതിലുണ്ട്, ബാക്കി ആദ്യം തുരടാനുള്ളത് പിന്നെ ബക്കറ്റിലുണ്ട്. അങ്ങനെ ഒരുപാടുണ്ട്. ഞാൻ കിച്ചണിൽ നിൽക്കുന്ന സമയത്താണ് ഇങ്ങനത്തെ അലക്കലും കാര്യങ്ങളൊക്കെ നടത്താറ്. അതിനായിട്ട് ഇവിടെ ഇങ്ങനെ നിൽക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് കിച്ചണിൽ എപ്പോഴാണോ പണികളുള്ളത് അപ്പോൾ ആ സമയത്തൊക്കെ അലക്കാനുള്ളത് അങ്ങനെ അലക്കും. എന്തായാലും അതൊക്കെ എടുത്തിട്ട് വേടിച്ചിടാൻ വേണ്ടിയിട്ട് പോവുകയാണ്. പിന്നെ ഇന്ന് തിങ്കളാഴ്ച ആയതുകൊണ്ട് തിങ്കളാഴ്ചത്തെ വീഡിയോയാണല്ലോ. അപ്പോൾ ഈ ദിവസം പിന്നെ വെള്ള ഐറ്റംസ് ഒന്നും ഉണ്ടാവില്ല, യൂണിഫോമൊക്കെ. ഇനി ഇന്ന് മുതൽ അങ്ങോട്ട് തുടങ്ങും യൂണിഫോമും വെള്ള കളറുകൾ അലക്കാൻ. അത് ഉണ്ടാകുമ്പോഴാണ് ഈ രാത്രി ഞാൻ മുക്കിയിടൽ കേട്ടോ. അപ്പോൾ ഇത് ഇന്നലെ വൈകുന്നേരം അലക്കിയിട്ടതാണ് അത്. അപ്പോൾ കുറച്ച് ഉണങ്ങിയിട്ടുണ്ടായിരുന്നു, പക്ഷേ രാവിലത്തെ ഒരു തണുപ്പും കാര്യങ്ങളൊക്കെ തട്ടിയപ്പോൾ അത് ഇങ്ങനെ മുഴുവനായിട്ടൊരു ചെറിയൊരു തണുപ്പുണ്ട് തുണികൾ. അപ്പോൾ ഞാനത് അവിടെ തന്നെ ഒന്നും കൂടി ഒന്ന് ചൂടായിക്കോട്ടെ എന്ന് കരുതിയിട്ടൊക്കെ പിന്നെ ഉണങ്ങാനുള്ളതൊക്കെ ഒന്ന് ഒരു അയലുമൊക്കെ ഇട്ടിട്ട് ബാക്കിയുള്ളതൊക്കെ മറ്റേ അയലുമൊക്കെ വിരിച്ചിട്ട് പിന്നെ കുറച്ചും കൂടി അലക്കാനൊക്കെ ഇട്ട് നമ്മളിതാ ക്ലീനിങ് പരിപാടിയൊക്കെ ഇങ്ങോട്ട് ഒരുങ്ങി. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ പൊറോട്ട ചൂടാക്കി കൊടുത്തില്ല. പിന്നെ എൻ്റെ ഹസ്ബൻഡ് വന്നിട്ട് മൂപ്പരോട് ചോദിച്ചു നോക്കാം പൊറോട്ട പറ്റുമോ. ചിലപ്പോൾ ചില ദിവസം ചില നേരം മൂപ്പർക്ക് പൊറോട്ട പറ്റൂല കേട്ടോ. അപ്പോൾ ഞാൻ ഇനി എന്താണ് വേണ്ടത്, അത് പറ്റൂല എന്നുണ്ടെങ്കിൽ ലേശം പൊടി കലക്കിയിട്ട് നമ്മുടെ സീദോശ അങ്ങോട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനിത് ബെഡ്റൂമും കാര്യങ്ങളൊക്കെ ഒന്ന് വിരിച്ച് റെഡിയാക്കിയപ്പോൾ ഇത് മോള് പോയിട്ട് പിന്നെ അവിടെ ആരും കിടക്കലൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് പൊടി ഉണ്ടാവുള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് തട്ടി വിരിച്ച് വെച്ചു. പിന്നെ നിൽക്കുമ്പോഴാണ് എൻ്റെ ഹസ്ബൻഡ് വന്നത് കേട്ടോ, ജോലി കഴിഞ്ഞ് വന്നത്. അപ്പോൾ ഞാൻ വന്നപ്പോൾ ഇതാ മീനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ മൂപ്പർക്ക് വേഗം ഞാൻ ചോദിച്ചു എന്താണ് വേണ്ട, അപ്പം ചൂടണോ അതോ ചിക്കൻ കറി ഉണ്ടല്ലോ, അപ്പോൾ പിന്നെ അതിക്ക് ഇങ്ങനെ വേഗം അപ്പം ചുട്ട് കൊടുക്കാമല്ലോ, അത് വേണം, അത് പൊറോട്ട ചൂടാക്കിയാൽ മതി വെച്ചപ്പോൾ പൊറോട്ട മതി കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വേഗം പിന്നെ 2-3 പൊറോട്ട എടുത്ത് ചൂടാക്കി മൂപ്പർക്ക് കൊടുത്തു. നല്ല കട്ടൻ ചായ ഒക്കെ ഉണ്ടാക്കിയിട്ട് കൊടുത്തു കേട്ടോ. മൂപ്പരാണെങ്കിൽ അത് കഴിച്ചില്ല എന്ന് പറഞ്ഞേക്ക് വേഗം പോവാണ്. അപ്പോൾ എന്താ വെച്ചാൽ വണ്ടിക്ക് ബസ്സിനെന്തോ സ്കൂൾ ബസ്സിനെന്തോ ഒരു ചെറിയൊരു പ്രശ്നം. അപ്പോൾ അത് പിന്നെ വർക്ക്ഷോപ്പിൽ ഇട്ടിട്ട് പോകുന്നതാണ്. അപ്പോൾ വണ്ടീൻ്റെ അടുത്ത് ആരുമില്ല, അവിടെ ഒന്ന് പോകണം എന്ന് പറഞ്ഞിട്ട് പിന്നെ വേഗം കഴിച്ചിട്ട് അപ്പം തന്നെ അങ്ങോട്ട് പോയി. പിന്നെ ഞാൻ പിന്നെ എൻ്റെ പണികൾക്കൊക്കെ നിന്ന് വേഗം പാത്രം കഴുകാനും ഇതിനൊക്കെ നിന്ന് കുടിച്ച ഗ്ലാസും കാര്യങ്ങളൊക്കെ കഴുകി വെച്ചിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു ചായ കുടിച്ചിട്ട് അങ്ങോട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു ചായ ഉണ്ടാക്കിയിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ ഇന്ന് നീനുട്ടിക്കാണെങ്കിലും ഈ സമയത്താണ് ഞാൻ നീനുവിനെ വിളിക്കലിട്ടോ, ഉണർത്താനൊക്കെ ഓളെ ഉറങ്ങിയത് ഉണർത്താനൊക്കെ വിളിക്കാറ്. പക്ഷേ ഓക്ക് ഇന്ന് ഡ്യൂട്ടി രാവിലെ 7 മണിക്കായിരുന്നു, അതുകൊണ്ട് 5:30 വിളിക്കണം. അപ്പോൾ ഇന്ന് ഒന്ന് വിളിക്കാമല്ലോ. അപ്പോൾ എനിക്ക് ഈ സമയത്തോളങ്ങനെ ഓർമ്മ വന്നു. രാവിലെ ആകുമ്പോൾ എനിക്ക് ഭയങ്കര 7 മണിക്കുള്ള ഡ്യൂട്ടിയൊക്കെ ആകുമ്പോൾ എനിക്ക് ഓളെ സംസാരിക്കാൻ അധികം പറ്റൂല കേട്ടോ. കാരണം ഞാനും ഒരു ഉറക്കച്ചടവിലായിരിക്കും, ഓളും ഭയങ്കര ഒരു ഉഷാറൊന്നും ഉണ്ടാവില്ല, അങ്ങനത്തെ ഒരു ടൈമാണ്. ഈ ഉച്ചയ്ക്ക് ഒരു 12 മണിക്കോ അല്ലെങ്കിൽ 2 മണിക്കൊക്കെ ഡ്യൂട്ടിയുള്ള ദിവസമാണെന്നുണ്ടെങ്കിൽ സുഖമാണ്. രാവിലെ നമുക്കൊരു അരമണിക്കൂറോളം വീഡിയോ കോളൊക്കെ ചെയ്ത് ഡ്രസ്സ് മാറ്റുന്ന സമയത്തും മേക്കപ്പ് ചെയ്യുന്ന സമയത്തൊക്കെ എന്നെ ഇങ്ങനെ വിളിക്കും. അപ്പോൾ നമുക്കൊരു റിലാക്സ് ആണ്. ഈ രാവിലെ ഡ്യൂട്ടിക്ക് പോയി ഞാൻ എണീറ്റൊന്ന് റെഡിയായി തലേ പാലൊക്കെ ഒന്ന് റെഡി ആകുമ്പോൾ ഓൾ ഡ്യൂട്ടിക്ക് കയറിയിട്ടുണ്ടാവും. പിന്നെ നമുക്ക് വിളിച്ചാൽ കിട്ടുമൊന്നുമില്ല. പിന്നെ ഉച്ചക്കൊക്കെ മെസ്സേജ് അയക്കലാണ്. ഓൾ ഫുഡ് കഴിക്കാൻ ചോറ് കഴിക്കാൻ വരുന്ന ടൈമിൽ ചിലപ്പോൾ ഫോണ് കിട്ടും. അപ്പോൾ ആ ഫോണ് കിട്ടുന്ന സമയത്ത് നോക്കുകയാണെങ്കിൽ റിപ്ലൈ തരും, ചിലപ്പോൾ ആ സമയത്തൊന്ന് വിളിക്കും. അല്ലാതെ ഈ രാവിലെ ഡ്യൂട്ടി ആയി കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം 4 മണിക്കേ ഇറങ്ങുള്ളൂ. ആ സമയത്ത് പിന്നെ അവളോട് സംസാരിക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ പിന്നെ ഏതായാലും ഞാൻ ചായ കൂടി കഴിഞ്ഞ് വേഗം
നമ്മുടെ അടിച്ചുവാരലും തുടക്കലും അതിനൊക്കെ നിൽക്കണമെന്ന് സ്റ്റിച്ച് ചെയ്യാനൊന്നും കയറിയില്ല. പിന്നെ ഒരു വക സ്റ്റിച്ച് ചെയ്ത് എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് വോയിസ് കൊടുത്ത് അപ്ലോഡ് ആക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി അതൊന്ന് അപ്ലോഡ് ആക്കിയിട്ട് അടുത്തത് സ്റ്റിച്ച് ചെയ്യാനൊക്കെ കയറാമെന്ന് വിചാരിച്ചു. ഇന്ന് വേഗം അടിച്ചു വരാനും തുടക്കാനൊക്കെ നിന്നു കേട്ടോ. ഐറൂസ് ഇല്ലാത്തതുകൊണ്ട് എന്താ അറിയില്ല, ആകെ ഒന്നും അടിച്ചു വരാനോ ഒന്നും വല്ലാതെ കച്ചറിയൊന്നും ഇല്ല. ഇന്നലെ ഉള്ളതൊക്കെ ഒന്ന് തൂത്തുവാരി അടുക്കള വരെയൊക്കെ ഒന്ന് അടിച്ചു വാരി ഇട്ടു. പിന്നെ വേഗം തുടക്കലും കാര്യങ്ങളൊക്കെ അതൊക്കെ കഴിഞ്ഞു കേട്ടോ. എന്നിട്ട് വേണം നമുക്കിനി ഉച്ചക്കത്തേക്കുള്ള ഫുഡൊക്കെ റെഡിയാക്കാൻ. അപ്പോൾ ഞാൻ ഇന്ന് നല്ല നാടൻ ചോറ് തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇന്നലെ റേഷൻ കടയിൽ നിന്ന് അരിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇന്നലെ എന്ന് പറയുമ്പോൾ ശനിയാഴ്ച കേട്ടോ, ഞായറാഴ്ച അല്ല, ശനിയാഴ്ചത് തിങ്കളാഴ്ചത്തെ വീഡിയോ ആണ്. അപ്പോൾ എന്തായാലും തുടച്ച് നമ്മൾ പിന്നെ ഡൈനിങ് ഹാളൊക്കെ ഒന്ന് തുടച്ചു. പിന്നെ ഇതാ ഈ മിറർ ഇന്നലെ ട്യൂബൊക്കെ വെച്ചു കിട്ടും. എന്നാൽ അതിന് മുകളിൽ ഉണ്ടോ ലൈറ്റ് ഒരു ബൾബായിരുന്നല്ലോ, സാധാരണ നോർമൽ ബൾബായിരുന്നു. പിന്നെ അത് കണ്ണിക്ക് ഇങ്ങനെ കുത്തട്ട് അത് ആ ഒരു സംഭവം ആയതുകൊണ്ട് നമുക്ക് അവിടുന്ന് കണ്ണാടിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും പൗഡറോ കാര്യങ്ങളൊക്കെ ഇടാൻ വേണ്ടിയിട്ട് അവിടെ നിൽക്കുമ്പോൾ കണ്ണിക്ക് ഇങ്ങോട്ട് കുത്താ ബൾബ്. അപ്പോൾ ഇവിടെ ഒരു ട്യൂബ് വെച്ചു, ചെറിയൊരു രീതിയിലുള്ള ട്യൂബൊക്കെ വെച്ചു. അപ്പോൾ അതിൻ്റെ പണിയൊക്കെ ആയതുകൊണ്ട് ഇവിടെ എന്താ പറയുക കുറേ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇന്നലെ അത് കഴിഞ്ഞു എന്തോ പശയൊക്കെ തേച്ചിട്ട് ഒട്ടിക്കാനും വാഷ് ബേസിൻ്റെ സൈഡിന് ഒരു തൂങ്ങൽ പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ പശയൊക്കെ വെച്ച് ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒന്ന് തൊടണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും ക്ലീൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നാണ് ഞാനതൊക്കെ ഒന്ന് മൂറി ക്ലീൻ ചെയ്ത് വെച്ചതൊക്കെ ഇപ്പം അടിപൊളിയായിട്ടുണ്ട്. നമ്മുടെ നല്ലൊരു വലിയൊരു മിററും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഭയങ്കര ഈ കഴിഞ്ഞ പ്രാവശ്യം നീന് വന്നപ്പോൾ മേക്കപ്പൊക്കെ ചെയ്യാൻ നിന്നപ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ. സത്യം പറഞ്ഞാൽ ആ മിറർ ഇപ്പോഴൊന്നല്ല വാങ്ങേണ്ടിരുന്നു, കുറേ മുമ്പ് വാങ്ങേണ്ട ഒരു സാധനമായിരുന്നു. എനിക്ക് ഇപ്പോൾ തോന്നലുണ്ട്, ആ കണ്ണട കാണുമ്പോഴൊക്കെ തോന്നലുണ്ട് കേട്ടോ. എന്തായാലും ഞാൻ തുടച്ച് അടുക്കള വരെ എത്തിയിട്ട് അടുക്കള തുടക്കാനൊന്നും നിന്നില്ല കേട്ടോ. പിന്നെ അത് ഇനിയല്ല നമ്മളെ ഫുഡ് ഉണ്ടാക്കൽ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് തുടക്കാന്ന് കരുതി. ഒന്നാമത് അവിടെ തുടച്ച് കഴിഞ്ഞാൽ വെള്ളം ഉണ്ടാവും. ഞാൻ നടക്കുമ്പോൾ ഈ ചെരുപ്പിൻ്റെ അടയാളം കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എനിക്ക് പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാവുമല്ലോ. അപ്പോൾ പിന്നെ അതവിടെ വെച്ചിട്ട് ഞാൻ ചോറ് അരി അടുപ്പത്തിട്ടതിന് ശേഷം കുറച്ച് നേരം ഫോണൊക്കെ തോണ്ടി ഇങ്ങനെ ഇരുന്നു കേട്ടോ. പിന്നെ ചോറ് വെന്ത് ഊറ്റി വെക്കുകയാണ് കാണുക. ചോറ് വേവുമ്പോൾ ഞാൻ പിന്നെ വേറെ പണികളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പുറത്ത് ആ മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട് നമുക്ക് കഴിക്കാനായിട്ട്. അപ്പോൾ അതൊക്കെ അതിൻ്റെ ഇടയിൽ ഞാനങ്ങനെ കഴിക്കുന്നുണ്ട്. ആ സമയത്താണ് കോളിംബെല്ല് കേട്ട് ഞാൻ ഓടി ചെന്ന് നോക്കിയത് കേട്ടോ. അപ്പോൾ നോക്കുമ്പോൾ നമുക്ക് മിന്ത്രയിൽ ഓർഡർ ചെയ്ത സാധനം എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെന്താ വെച്ചാൽ നൈറ്റ് ഡ്രസ്സാണ് കേട്ടോ, നീനുട്ടിക്ക് വേണ്ടിയിട്ട്. കഴിഞ്ഞ പ്രാവശ്യം നീന് വന്നപ്പോൾ മോള് ഇവിടെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ മോള് ഒരു നൈറ്റ് ഡ്രസ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു വെള്ളമില്ല റോസ് പൂക്കളൊക്കെ ഉള്ള. അപ്പോൾ അത് നീനുവിന് ഭയങ്കര ഇഷ്ടമായിട്ട് എനിക്ക് വേണം വെച്ചിയെ ഇങ്ങനത്തെ നൈറ്റ് ഡ്രസ്സ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മിന്ത്രയിൽ ഇങ്ങനെ തപ്പിയപ്പം 400 രൂപക്ക് നല്ല ഓഫറുണ്ട്. നല്ലൊരു പാൻറ്റും ടീഷർട്ടും രണ്ടും ഉണ്ട്, സെറ്റാണ് കേട്ടോ. അപ്പോൾ ഞാനത് അപ്പോൾ തന്നെ കണ്ടപ്പോൾ നീനോട് ചോദിച്ചിട്ടൊന്നുമില്ല, ഓർഡർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഏകദേശം അളവൊക്കെ എനിക്ക് അറിയണതുകൊണ്ട് ഞാൻ തന്നെ അളവൊക്കെ നോക്കിയിട്ട് അങ്ങനെ ഓർഡർ ചെയ്യലാണ് പതിവ്. അപ്പോൾ ഇനി അത് നീന് വന്നിട്ട് വേണിട്ട് നോക്കിയിട്ട് അറിയുള്ളൂ. ചിലപ്പോൾ വീതി ഞാൻ കുറച്ച് കൂടുതൽ തന്നെ വാങ്ങിയത്. ഈ നൈറ്റ് ഡ്രസ്സ് ആകുമ്പോൾ ടൈറ്റായിട്ട് നിൽക്കുന്നത് നമുക്കൊരു സുഖമല്ലല്ലോ. അപ്പോൾ ഞാൻ കുറച്ചൊരു വീതി അളവിനേക്കാൾ ഒരു എക്സ്ട്രാ സൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എന്തായാലും അതൊക്കെ കൊണ്ടുവച്ച് ഞാനിതാ കിച്ചണിക്ക് എത്തിയിട്ടുണ്ട്. ഇന്ന് കോളിഫ്ലവർ ആണ് നമ്മൾ പൊരിച്ചെടുക്കുന്നത്. മീൻ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ നേരത്തെ കാണിച്ചല്ലോ, മൂപ്പര് വന്നപ്പോൾ തന്നെ മീനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് ഫ്രിഡ്ജിക്ക് ഞാൻ അതുപോലെ വെച്ചിട്ടുണ്ട്. കഴുകിയിട്ട് വൃത്തിയാക്കിയിട്ടൊന്നുമില്ല. കഷ്ണമീനാണ്, അപ്പോൾ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല അതിന്മേൽ കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ വേഗം കോളിഫ്ലവർ ഒന്ന് തിളപ്പിച്ചെടുക്കാനുള്ള വെള്ളം കറണ്ട് അടുപ്പുമ്മേൽ വെച്ചിട്ട് പിന്നെ അത് ചെറുതാക്കി ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കുകയാണ് കേട്ടോ. ഇത് ഇതുമ്മൂൻ്റെ നിർബന്ധപ്രകാരം വാങ്ങിയതാണ്. നമ്മൾ പച്ചക്കറിയൊക്കെ വാങ്ങിയപ്പോൾ കോളിഫ്ലവർ പൊരിച്ചത് കഴിക്കണം, കോളിഫ്ലവർ എടുക്കും വെച്ച് പറഞ്ഞാൽ അങ്ങനെ വാങ്ങിയതായിരുന്നു. അപ്പോൾ ഞാനത് വേഗം വലിയ പീസാക്കി തന്നെ പിന്നെ കട്ട് ചെയ്ത് എടുക്കാണ്ട് 2 വാങ്ങിയിട്ടുണ്ടായിരുന്നു. 1 വാങ്ങിയാലും ചിലപ്പോൾ തികയൂല. 2 വിചാരിച്ചിട്ട് 2 എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കട്ട് ചെയ്തു. അതിൻ്റെ തോലും കാര്യങ്ങളൊക്കെ അത് വേസ്റ്റിൽ കൊണ്ടുപോയിട്ടു കേട്ടോ. ഇനിയിപ്പോൾ അപ്പത്തിന് വെള്ളം തിളക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ ഇച്ചിരി ഉപ്പും മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കൽ. അത് 2 ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഈ കട്ട് ചെയ്ത് വെച്ചാൽ നമ്മുടെ കോളിഫ്ലവർ ഇട്ട് കൊടുത്തിട്ട് അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് വന്നിട്ടുണ്ടായിരുന്നു. മൂപ്പര് പിന്നെ ബസ്സിൻ്റെ ക്ലീനർ അവിടെ പണി ഏൽപ്പിച്ചിട്ട് പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ അതിൻ്റെ വണ്ടിൻ്റെ പണി കാര്യങ്ങളൊക്കെ ക്ലീനർ നോക്കിക്കോളും. അപ്പോൾ ഇനി ഫുഡൊക്കെ കഴിച്ചിട്ട് മൂപ്പർക്ക് പോയാൽ മതി. പോകുമ്പോൾ ബസ് എടുത്തിട്ട് അങ്ങോട്ട് പോയാൽ മതി. അപ്പോൾ പിന്നെ വേഗം ഇങ്ങോട്ട് പോകുന്നു. പിന്നെ ഇതാ ഞാൻ കോളിഫ്ലവറിൻ്റെ വെള്ളം അവിടെ മഞ്ഞൾ ഉപ്പിട്ട് വെള്ളം ഇങ്ങനെ തിളക്കുന്നുണ്ട്. അപ്പോൾ തിളച്ചപ്പോൾ ഞാൻ അതിലേക്ക് കോളിഫ്ലവർ ഇട്ട് കൊടുത്തു. പിന്നെ ബാക്കി അതിൻ്റെ പൊട്ടും പൊടിയും കാര്യങ്ങളൊക്കെ വേസ്റ്റൊക്കെ ഇതാ വേസ്റ്റിൻ്റെ പാത്രത്തിൽ അങ്ങനെ ഇട്ട് കൊടുത്തു. അവിടെ കന്നാണ്ട് ക്ലീൻ ആക്കി വെച്ചു കേട്ടോ. ഇനി നമുക്ക് മീനൊന്ന് കഴുകിയെടുക്കണം. മീൻ കഴുകിയിട്ട് അതൊന്ന് മസാല പുരട്ടിയെടുക്കുക. അപ്പോൾ ഇതവിടെ
തിളക്കുന്നുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് തിളക്കണ വരെ ആ സമയം കൊണ്ട് ഞാൻ വേഗം മീനൊക്കെ ഒന്ന് മസാല തേച്ച് വെക്കാമെന്ന് കരുതി. അപ്പം മീൻ കഴുകിയിട്ട് അധികം കഴുകാനോ വൃത്തിയാക്കാനൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. കഷ്ണമീനായിരുന്നു, നല്ല നീറ്റായിട്ടുള്ള കഷ്ണമീനായിരുന്നു. അപ്പോൾ പിന്നെ വലുതായിട്ട് പണിയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ വേഗത മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ ഇച്ചിരി മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു. പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട പേസ്റ്റാണത് കേട്ടോ. അപ്പോൾ അതൊന്ന് കുറച്ച് ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഫിഷ് മസാലൻ്റെ പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് മസാല തേച്ച് ഒരു ചെറിയ പാത്രത്തിലേക്ക് ആക്കി വെക്കാമെന്ന് കരുതി. എന്നാൽ പിന്നെ നമുക്ക് നമ്മുടെ കോളിഫ്ലവർ മസാല തേക്കാൻ ഈ പാത്രത്തിൽ തന്നെ തേച്ചാൽ മതിയല്ലോ. മീൻ മസാല തേച്ചിട്ട് വേറൊരു ചെറിയ നമുക്ക് ഫ്രിഡ്ജിലൊക്കെ വെക്കാൻ പറ്റുന്ന പാത്രത്തിലാക്കിയിട്ട് പിന്നെ ഇതിലേക്ക് തന്നെ ഇട്ട് നമുക്ക് എന്താ പറയുക വേറെ പാത്രത്തിൽ ഇനി അതിൻ്റെ ഒരു മുളകിൻ്റെ മഞ്ഞളിൻ്റെ ഒന്നും എന്താ കഴുകാനാക്കണ്ടല്ലോ, ചുരുക്കി പറഞ്ഞാൽ അത്രേ ഉള്ളൂ, കഴുകാനാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇതങ്ങോട്ട് വേഗം പരട്ടി വെക്കുകയാണ്. പരട്ടി വെച്ചിട്ട് ഇതാ ലാസ്റ്റ് ഇട്ടത് ഉപ്പാണ്. പിന്നെ ഇത്തിരി അരിപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ, ഒന്നിങ്ങനെ ക്രിസ്പി ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് നന്നായിട്ട് ഞാൻ മസാല തേച്ച് വെച്ചിട്ട് പിന്നെ നമ്മൾ ചെറിയൊരു പാത്രത്തേക്ക് ഇങ്ങനെ അത് ആക്കി കൊടുക്കുകയാണ്. ഇതിപ്പോൾ നമ്മളിവിടെ ഇടയ്ക്കിടയ്ക്ക് ലോഡർ ഫ്രൈസ് മോള് വരുമ്പോൾ ലോഡർ ഫ്രൈസ് വാങ്ങണതോട് ഈ ഒരു ബ്ലാക്ക് കളറിലുള്ള പാത്രം കുറേ ഉണ്ട് കേട്ടോ. അതൊരു പാകത്തൊരു പാത്രം ഉണ്ട്. നമുക്ക് ചിക്കൻ മസാല തേച്ച് വെക്കുകയാണെങ്കിലും മീൻ മസാല തേച്ച് വെക്കാനൊക്കെ പറ്റിയൊരു ചെറിയൊരു പാത്രമാണ് കേട്ടോ. ബ്ലാക്ക് കളറിൽ ഇങ്ങനെ നല്ലൊരു അടുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് അപ്പോൾ ഞാൻ അതിൽ തന്നെയാണ് വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്തിട്ടേക്കാനും ഒക്കെ നല്ല സുഖമാണ്. അപ്പോൾ അതിലേക്ക് ആക്കി വെച്ചിട്ട് ഇതാ നമ്മൾ കോളിഫ്ലവർ അപ്പോഴേക്കും തിളച്ച് വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞാനത് ഊറ്റിയിട്ട് ഈ പാത്രത്തേക്ക് ഇട്ടു. ഇതിലേക്ക് പിന്നെ അധികം മസാലപ്പൊടികളൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല. ഇതുമൂന്ന് കഴിക്കാനുള്ളത് കൊണ്ട് അധികം മുളക് പൊടിയൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. ഓക്ക് പിന്നെ എന്താ പറയുക നല്ല ഇഷ്ടത്തിൽ കഴിച്ചോട്ടെ എന്ന് കരുതി. ഓള് നിർബന്ധിച്ച് വാങ്ങിയതല്ലേ, അപ്പോൾ ഓക്ക് കഴിക്കണമെങ്കിൽ ഇനിയിപ്പോൾ അധികം എരിവ് ഒന്നും ആവേണ്ടല്ലോ അത് കരുതിയിട്ട് ഞാൻ ഇച്ചിരി മുളക് പൊടി കുറച്ച് ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ മഞ്ഞൾപ്പൊടി പിന്നെ നമ്മൾ ആ വെള്ളം തിളക്കുന്നേക്ക് ഇട്ടതുകൊണ്ട് മഞ്ഞ കളർ ഓൾറെഡി ഉണ്ട് കേട്ടോ. പിന്നെ ഉപ്പ് ഇട്ടിട്ടാണ് തേച്ച് വെച്ചു. അതവിടെ മസാല തേച്ച് വെച്ചതിന് ശേഷം ഞാൻ വേഗം എന്താണ് കറി എന്നൊന്നും തീരുമാനിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ പരിപ്പ് വേഗം കുക്കറിൽ ഇനിയിപ്പോൾ അത് വെള്ളത്തിലിട്ടേക്കാനും നേരമില്ല കേട്ടോ. ഞാൻ കുക്കറിൽ ഒരു സാധാ വിസിൽ അടിക്കണമെങ്കിൽ ഒരു 2-3 എക്സ്ട്രാ വിസിൽ അങ്ങോട്ട് അടിച്ചോട്ടെ എന്ന് കരുതിയിട്ട് പിന്നെ വെള്ളത്തിലിട്ടേക്കാതെ തന്നെ പെട്ടെന്ന് അടുപ്പത്ത് വെക്കുകയാണ്. പിന്നെ ഞാൻ തക്കാളിയും പച്ചമുളകും ഇട്ടിട്ട് ഇച്ചിരി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് ഉപ്പ് ഇട്ടിട്ട് വെക്കാമെന്ന് കരുതി. പിന്നെ തൂമിക്കുമ്പോൾ നമുക്ക് വെളുത്തുള്ളിയും പിന്നെ ചെറിയ ഉള്ളിയൊക്കെ ഇട്ടിട്ട് തൂമിച്ചെടുക്കാമെന്ന് കരുതിട്ടോ. അപ്പോൾ അത് ഉപ്പൊക്കെ ഇട്ടെടുത്തു, മഞ്ഞളും ഇട്ടു. പിന്നെ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഉറ്റിച്ചിട്ട് പിന്നെ ഗ്യാസ് അടുപ്പുമ്മലാണ്ട് വെക്കാമെന്ന് കരുതി കേട്ടോ. അപ്പോൾ അതവിടെ അതാ ഞാൻ അടുപ്പത്ത് വെക്കുന്നുണ്ട്. ഇനി വേഗം നമുക്ക് നമ്മുടെ പണികൾ തീർക്കാം. ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഉച്ചയ്ക്ക് ശേഷം ഒരു വല്ലാതെ നല്ല ഒരു പണിയും ഇല്ല കേട്ടോ. ഉച്ചയ്ക്ക് ശേഷം എനിക്ക് എന്തോ ഒരു ഒഴിവാണ്. മറ്റേത് നമ്മളെ രാവിലത്തെ കുക്കിങ്ങൊക്കെ കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ഐറൂസ് ഉറങ്ങിയതിന് ശേഷമായിരുന്നു ഞാൻ കാര്യമായിട്ട് ക്ലീനിങ് പരിപാടിയൊക്കെ. ഇപ്പോൾ രാവിലെ ക്ലീൻ ചെയ്താലും ഉച്ചയ്ക്ക് ഐറൂസ് ഉറങ്ങുമ്പോൾ എന്തായാലും ഒന്നും കൂടി അവിടെ ഒക്കെ ഒന്ന് എടുത്ത് വെക്കാനോ അതിൻ്റെ കളിപ്പാട്ടങ്ങൾ എടുത്ത് വെക്കാനൊക്കെ ഉണ്ടാവും. ഇപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ഒരു 2 മണി നമ്മൾ ഫുഡ് കഴിക്കാൻ കഴിഞ്ഞാൽ പിന്നെ അവിടെയും ചാരി ഇവിടെയും കിടന്നു എന്നുള്ളൊരു അവസ്ഥയാണ് കേട്ടോ. എന്തൊക്കെയോ ചെയ്യാതെ ഇങ്ങനെ ഞാൻ ഒരു പണിയും ചെയ്യാതെ നടക്കണ പോലെയൊക്കെ എനിക്കിങ്ങനെ തോന്നും. ചിലപ്പോൾ സോഫയിൽ കിടന്ന് അങ്ങോട്ട് ഉറങ്ങിപ്പോവും. പിന്നെ എന്തൊക്കെയോ പോലെയാണ്. ഓനുണ്ടാകുമ്പോഴാണെങ്കിലോ എൻ്റെ അമ്മോ ഒരു ഒഴിവുണ്ടാവില്ല. ഇല്ലാത്തപ്പോഴാണെങ്കിൽ ഇവിടെ ഒഴിവാണ് കേട്ടോ. മോള് വീഡിയോ കോൾ ചെയ്യുമ്പോഴാണെങ്കിൽ അവിടെ ഐറൂസ് അലമ്പ് കാട്ടി നടക്കുന്നുണ്ടാവും. മോള് ആകെ പിന്നെ എന്താ പറയുക ടയേർഡായിട്ടുണ്ട് കേട്ടോ. 2 ദിവസം നിൽക്കുമ്പോൾ ഓളങ്ങോട്ട് ടയേർഡാവും. കാരണം അമ്മ അതിരി പിത്തനെയാണല്ലോ, ജനാൽമ കയറുക ചാടുക മറിയുക. പിന്നെ ഇടയ്ക്കൊരു ടാബുമ്മലൊന്ന് ഇരിക്കുമ്പോൾ മാത്രമാണ് കുറച്ചൊരു സമാധാനം. അപ്പം കുറേ നേരം കളിക്കുമ്പോൾ കുറച്ച് നേരം അടങ്ങിക്കാൻ വേണ്ടിയിട്ട് ടാബൊക്കെ ഇട്ട് കൊടുക്കും കേട്ടോ. ഏതായാലും ഞാൻ വിളിക്കുമ്പോൾ മോളിനോട് പറയും ഉമ്മച്ചി നല്ല റെസ്റ്റ് എടുത്തോ, ഏതായാലും ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ട് വരാം, അതുവരെ റെസ്റ്റ് എടുത്തു തന്നാൽ പിന്നെ എനിക്ക് ഉമ്മച്ചിൻ്റെ അടുത്ത് ഇങ്ങോട്ട് എറുവിനെ തന്ന് എനിക്ക് റെസ്റ്റ് എടുക്കാമല്ലോ എന്നൊക്കെ പറയും. അപ്പോൾ ഇതാ നമ്മൾ ഒരടുപ്പത്ത് പപ്പടം പൊരിച്ചെടുക്കുന്നുണ്ട്. മറ്റേ അടുപ്പത്ത് നമ്മൾ കോളിഫ്ലവർ പൊരിക്കാൻ വേണ്ടിയിട്ട് ചട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. എണ്ണയൊക്കെ പറഞ്ഞാൽ അത് ചൂടാകുന്ന സമയം കൊണ്ട് നമ്മൾ കുറച്ച് ഒരു 4-5 പപ്പടം പൊരിച്ചെടുത്തു. പിന്നെ മറ്റേ അടുപ്പത്ത് നമ്മൾ കോളിഫ്ലവർ പൊരിക്കാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് വറുത്ത് ലാസ്റ്റ് കുരലാണ് പിന്നെ 3 വട്ടം ഇടാനുണ്ടായിരുന്നു കേട്ടോ. ഒന്ന് വറുത്ത് കോരി പിന്നെ ആ ചട്ടിയിലേക്ക് മീൻ പൊരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എണ്ണിയിട്ട് ഈ 2 കഷ്ണം വെച്ചിട്ട് പൊരിച്ചെടുക്കുകയാണ്. അപ്പോൾ ബാക്കിയുള്ളത് ഫ്രിഡ്ജിക്ക് അങ്ങോട്ട് കൊണ്ടുപോയി വെച്ചു.
പിന്നെ ഇനി തൂമിക്കാനും കൂടി ഉള്ളൂ കേട്ടോ, പരിപ്പ് കറി തൂമിക്കാനും കൂടി ഉള്ളൂ. അത് കഴിഞ്ഞാൽ നമ്മുടെ കിച്ചണത്തെ പരിപാടി കഴിഞ്ഞു. പിന്നെ കുറച്ച് പാത്രങ്ങളും കാര്യങ്ങളൊക്കെ കഴുകി വെച്ചാൽ മതി. അപ്പോൾ ഇനി ഇതും വന്നോളും. അപ്പോൾ അതാ നമ്മൾ മറ്റേ തൂമിക്കാനുള്ള ചട്ടിയാണ് ഞാൻ വെച്ചിട്ടുള്ളത്. ചെറിയുള്ളിയും വെളുത്തുള്ളിയും കൂടിയും അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ കറിവേപ്പില പ്രാവശ്യം ഞാൻ കടയിൽ പോയപ്പം അത് എടുക്കാൻ മറന്നുപോയി. ഞാൻ ചോദിച്ചാൽ അവർ തരും കേട്ടോ, ഫ്രീ ആയിട്ട് തരും. ഞാൻ ചോദിക്കാൻ വിട്ടുപോയി. പിന്നെ ഇവിടുന്ന് മരത്തുമെന്ന് ഇങ്ങനെ അപ്പുറത്ത് അത് ആ മതിലിൻ്റെ അടുത്ത് പോയിട്ട് ഒടിക്കാൻ ഭയങ്കര പണിയാണ്. ഞാൻ കുറച്ച് വാങ്ങിയിട്ട് കഴുകിയിട്ട് പിന്നെ ഒരു അൾക്കിലിട്ട് വെക്കും, എന്നാൽ പിന്നെ നമുക്ക് തൂമിക്കാൻ നേരം എടുക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട്. പക്ഷേ ഇപ്രാവശ്യം മറന്നു പോച്ച്. അപ്പോൾ എന്തായാലും ഇതാ നമ്മൾ ഉള്ളിയൊക്കെ ഒന്ന് ചെറുതായിട്ട് ബ്രൗൺ കളറായി വന്നപ്പോൾ നമ്മൾ പരിപ്പ് വേവിച്ച, അപ്പോൾ നല്ല സെറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ പരിപ്പ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പരിപ്പ് കറി. പിന്നെ ഇതുമൂന്ന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. സാധാ ചോറാണെങ്കിൽ നമുക്ക് പരിപ്പ് കറി അല്ലെങ്കിൽ ഈ മോര് കറി ഉണ്ടാവില്ലേ, നമ്മൾ പുളിയൊക്കെ ഇട്ടിട്ടുള്ള തേങ്ങയൊക്കെ അരച്ച് പറഞ്ഞിട്ടുള്ള മോര് കറി, ഇതിലേതെങ്കിലും ഒക്കെയാണ് ഓക്കെ ഇഷ്ടം. വെറും ചോറാണെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെ നൊടി കിട്ടും, എനിക്ക് വലിയ താല്പര്യം ഉണ്ടാവില്ല വേറെ കറിയൊക്കെ ആണെങ്കിൽ. അപ്പോൾ എന്തായാലും നമ്മൾ തൂമിച്ചു. പിന്നെ അതാ മീൻ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്, പൊരിഞ്ഞ് വന്നപ്പോൾ മറിച്ചിട്ട് കൊടുത്തു. പരിപ്പ് കറി സെറ്റായി. നമ്മുടെ കോളിഫ്ലവറും പൊരിച്ചെടുത്തു. അപ്പോൾ ഇന്നത്തെ പരിപാടികളൊക്കെ തീർന്നു. ഇനി നമുക്ക് ബാക്കി പാത്രങ്ങളൊക്കെ കഴുകി വെക്കാം. അപ്പോൾ പരിപ്പ് വേവിച്ച കുക്കറാണത്, അത് വേഗം അത് കഴുകി വെച്ചു. പിന്നെ മീൻ മസാല തേച്ച് വെച്ചതും മീനും കോളിഫ്ലവറൊക്കെ മസാല തേച്ച് വെച്ച ആ ഒരു പാത്രമൊക്കെയാണ് അതിലുള്ളത്. അതൊക്കെ അപ്പം തന്നെ വേഗം കഴുകി വെച്ചു. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ നമുക്ക് ഫുഡ് കഴിച്ച പ്ലേറ്റ് മാത്രമല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് വേഗത കഴുകി വെക്കുന്നുണ്ട് കേട്ടോ. ഇനി ഫുഡ് കഴിക്കുക, കിടന്നുറങ്ങുക, പിന്നെ അവിടെ കിടന്ന് ഇവിടെ കിടന്ന് എന്നുള്ള കലാപരിപാടികളാണ്. പിന്നെ ഏതായാലും എല്ലാം മീനും കൂടി വറുത്ത് കോരി പാത്രത്തേക്ക് ആക്കുന്നുണ്ട്. പിന്നെ പരിപ്പ് കറി നമുക്കൊരു വേറെ പാത്രത്തേക്ക് ഒഴിച്ച് വെക്കതാ, ഈ ഒരു പാത്രത്തേക്ക് ഒഴിക്കാൻ തന്നെ ഉള്ളൂ കേട്ടോ. കാര്യമായിട്ട് ഉച്ചയ്ക്ക് തന്നെയല്ലേ ഫുഡ് കഴിക്കുള്ളൂ, രാത്രി പിന്നെ അങ്ങനെ ആരും കഴിക്കൂല. എൻ്റെ ഹസ്ബൻഡ് ആയാലും രാത്രിക്കത്തെ ഫുഡ് നല്ല കുറവപ്പോൾ എനിക്ക് മുട്ട പുഴുങ്ങുമ്പോൾ മൂപ്പർക്ക് 2 മുട്ട പുഴുങ്ങൂട്ടെ. രാത്രി ചിലപ്പോൾ മുട്ടയും പഴമൊക്കെ തിന്നിട്ട് കട്ടൻ ചായ കുടിച്ചിട്ട് അങ്ങനെ കിടക്കാറാണ്. പിന്നെ ഒന്നും രാത്രി അരിഭക്ഷണം ഒന്നും കഴിക്കാതെ നോക്കലാണ്. ഏതായാലും ഞാൻ ചോറൊക്കെ എല്ലാം നമുക്ക് കഴിക്കാനുള്ള ഉണ്ടാക്കിയ സംഭവങ്ങളൊക്കെ മേശപ്പുറത്ത് കൊണ്ടുവച്ചപ്പോയിക്കും എന്നാൽ അവിടെ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ സോഫയിൽ പോയി ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് വന്നപ്പോഴാണ് ഇതും വരുന്നുണ്ട്, ഉള്ള ഫ്രണ്ടായിട്ട് സംസാരിച്ച് ഇങ്ങനെ വരുന്നുണ്ട് ഫുഡ് കഴിക്കാൻ. അപ്പോൾ ഞാൻ വേഗം വാതിലൊക്കെ തുറന്നു കൊടുത്തു. ഓള് ഫുഡ് കഴിക്കാനിരുന്ന് ഞാൻ വീണ്ടും സോഫയിൽ വന്നിരുന്നപ്പോൾ ഇതാ മൂപ്പര് പള്ളിക്ക് നിസ്കാരമൊക്കെ കഴിഞ്ഞ് വരികയാണ് കേട്ടോ. അപ്പോൾ 2 എത്തിയിട്ടുണ്ട്. ഫുഡ് കഴിച്ചോട്ടെ. ഞാനാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചപ്പോൾ ഒരു 11:30 ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് വലിയ വിശപ്പില്ലാത്തതുകൊണ്ട് ഞാൻ ഓല കൂടെ ഇരുന്നില്ല കേട്ടോ. ഓല കഴിച്ചിരുന്നോട്ട് പിന്നെ ഞാനൊരു 3-3:30ക്കാണ് ഞാൻ ഫുഡ് കഴിച്ചത്. അപ്പോൾ പിന്നെ ഉച്ചയ്ക്ക് ശേഷം പ്രത്യേകിച്ച് സംഭവങ്ങളൊന്നും ഇവിടെ സംഭവിക്കുന്നില്ല, ഒരു കാര്യം ഇവിടെ നടക്കുന്നില്ല. കാരണം ഒരു പണിയില്ല, ഞാനിങ്ങനെ കിടന്നുറങ്ങുക, പിന്നെ എന്തെങ്കിലും എഡിറ്റ് ചെയ്തിരിക്കുക, അത്രയൊക്കെ തന്നെ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഉച്ചയ്ക്ക് ശേഷമുള്ള കാര്യങ്ങൾ അധികം കാണിക്കാത്തത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും സപ്പോർട്ട് ചെയ്യണേ. ബൈ.